ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലും ഇരിക്കുമ്പോഴാണ് ഫെനി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മൊമെന്റിൽ എനിക്ക് ആരെങ്കിലും അടുത്തൊന്ന് വിളിച്ച് പറയണമായിരുന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിനെയും എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തതിനെ പറ്റി അതിനേക്കാളൊക്കെ ആ സമയത്ത് ഫെനിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തതും എന്നെ ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാരോടും ഇനി പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിക്ക് ചോദിച്ചു, ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ, വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ, നീ എൻ്റെ അടുത്ത് സത്യം പറയണം, ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ കാണുന്നത്, നീ ഒരു ചേച്ചിയെ പോലെ കാണുന്നത്, നീ എൻ്റെ അടുത്ത് സത്യങ്ങളെ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ. യെസ്, ആ വാക്കാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ കാരണമെന്ന് പറയുന്നത്. പരാതി എവിടെ നിന്നും ഉണ്ടായി എന്ന് ചോദിച്ചാൽ രാഹുൽ തന്നെ ഒഴിവാക്കുന്നോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഒരു പ്രതീതി, അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ ഒരു ചിന്ത. രാഹുലിന് വേറെ വല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ രാഹുൽ വേറൊരു വിവാഹത്തിലേക്ക് പോവുകയാണോ, രാഹുലിന് വേണ്ടിയുള്ള അത്തരം ചർച്ചകൾ രാഹുലിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ടോ, വിവാഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രാഹുൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലാണോ എന്നുള്ള ഒരു ചിന്തയിൽ പുറത്താണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങൾ ഈ അതിജീവിത ഫെനിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മൂന്നാമത്തെ പരാതി എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ പൊളിറ്റിക്കൽ മോട്ടിവേഷനുകളുണ്ട്, പേഴ്സണൽ മോട്ടീവ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു തർക്കവുമില്ല. പൊളിറ്റിക്കൽ മോട്ടീവ്സും ഉണ്ട്, പേഴ്സണൽ മോട്ടീവും ഉണ്ട്. പൊളിറ്റിക്കൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയെ സമീപിച്ച് അവർക്ക് ചില പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ചില ഓഫറുകൾ നൽകിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്ത് പരാതിയിലേക്ക് നീങ്ങി നിയമപരമായി നേരിടണമെന്ന് ചില ആളുകൾ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ മോട്ടീവ്. കാരണം ഇപ്പം രാഹുലിനെ വീഴ്ത്തണമെങ്കിൽ ആരോപണങ്ങൾ കൊണ്ടോ പുകമറകൾ കൊണ്ടോ വിവാദങ്ങൾ കൊണ്ടോ സാധിക്കില്ല, മറിച്ച് രാഹുലിനെതിരെ നിയമപരമായ പരാതികൾ വരണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പേഴ്സണൽ മോട്ടീവ് കൂടി അതിന് ഒരു കാരണമായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, പറഞ്ഞിരിക്കുന്നത് അതിജീവിതയാണ്. അതിജീവിതയുടെ ക്ലിപ്പ്, ഓഡിയോ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൂന്നാമത്തെ പരാതി എവിടെ നിന്ന് പൊട്ടിമുളച്ചു, അത് രഹസ്യമാക്കി വെച്ചത്, അതാണ് ആ രഹസ്യമാക്കി വെച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത് പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്ന്. മനസ്സിലായില്ലേ? അയാൾക്ക് ശത്രുക്കളുണ്ട്, ശത്രുക്കൾ രാഷ്ട്രീയ രംഗത്തുമുണ്ട്, വ്യക്തിപരമായ ശത്രുക്കളും അയാൾക്കുണ്ട്. ആർക്ക്? രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പരാതി വന്നപ്പോൾ ഈ പരാതി വളരെ രഹസ്യമായി സൂക്ഷിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ല സംഭവിച്ചത്. പരാതി വരുന്നു, ഒരു 3-4 ദിവസത്തേക്ക് പരാതി വളരെ രഹസ്യമായിരിക്കുന്നു. രാഹുലിലേക്ക് എത്താൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള ചില നടപടിക്രമങ്ങൾ. എന്നാൽ നിയമം പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും അതിൽ പാലിച്ചോ? ഒരിക്കലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ചില നടപടിക്രമങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ മോട്ടീവും അതുപോലെ ഈ പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യം, ആ വ്യക്തി താല്പര്യം സ്വാഭാവികമായിട്ടും ഒരു സെൽഫിഷ് മൈൻഡിൻ്റേതാണ്. സെൽഫിഷ് മൈൻഡ് ഉണ്ടാകും, കാരണം റിലേഷൻഷിപ്പുകളിൽ അത് ഉണ്ടാകും. ഉണ്ടാവരുത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ അത് ഉണ്ടാകും. അവിടെയാണ് ഈ പറയുന്ന പരാതികൾ ഉടലെടുക്കുന്നത്. പരാതിക്കാരി ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം, ഇത് എങ്ങനെയെങ്കിലും സംസാരിക്കണം, ഇതൊരു കോംപ്രമൈസിലേക്ക് എത്തിക്കണം എന്നൊക്കെയായിരുന്നു പരാതിക്കാരിയുടെ ഉദ്ദേശം. കാരണം പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അതുവരെ നടന്നത് അത്രയും സ്നേഹമായിരുന്നു എന്നുള്ളൊരു കൺസിഡറേഷൻ അവർക്കുണ്ടായിരുന്നു. എല്ലാം സ്നേഹമായിരുന്നു, പ്രേമമായിരുന്നു, ബന്ധങ്ങൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു എന്നുള്ള കൺസിഡറേഷൻ അവർക്കുണ്ടായിരുന്നു. പിന്നീട് ഇത് പരാതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള
സ്നേഹബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, അവിടെ പീഡനം വേണം, ബലാത്സംഗം വേണം, ക്രൂരത വേണം എന്നുള്ളത് കൊണ്ട് പരാതിയിൽ അങ്ങനെ എഴുതി ചേർത്തു എന്നുള്ളതല്ലേ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഈ പറയുന്ന പരാതിക്കാരിക്ക് രാഹുലിനോടുണ്ടായ കൺസിഡറേഷൻ അതാണ്. പരാതിക്കാരിക്ക് ഒരിക്കലും ഒരു എയിം ഉണ്ടായിരുന്നില്ല രാഹുലിനെതിരെ ഒരു നിയമ പോരാട്ടം നടത്തണമെന്നോ രാഹുലിനെതിരെ ഒരു ഇത്തരത്തിൽ രാഹുൽ അഴിക്കുള്ളിലാവണമെന്നോ എന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. മറിച്ച് സ്നേഹത്തിൻ്റെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ബലാത്സംഗം ഉണ്ടായിട്ടില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൽ പറയുന്ന എനിക്കടക്കം ഉള്ള ഒരു കൺസിഡറേഷൻ എന്താണ്? അവിടെ ബലാത്സംഗമില്ല, പീഡനമില്ല, ക്രൂരതയില്ല, അക്രമമില്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് പരാതിക്കാരിയും പറയുന്നത്, അല്ലേ? അതുതന്നെയല്ലേ പരാതിക്കാരിയും പറയുന്നത്. പരാതിക്കാരിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. പരാതിക്കാരിക്ക് എവിടെയും ഇത്തരത്തിൽ ഒരു നിയമ നടപടിയിലൂടെ പോയി രാഹുലിനെ വീഴ്ത്തണമെന്നൊന്നും ഉണ്ടായില്ല. അതുതന്നെയാണ് നമ്മളും പറഞ്ഞത്. ഇതുകൊണ്ടാണ് പരാതി വന്നപ്പോൾ നമ്മളതിൽ ഗൂഢാലോചനയുണ്ട്, ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്, ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ചില അറിവുകളുടെ പുറത്ത് പൊട്ടിപ്പുറപ്പെട്ട പരാതിയാണ് എന്ന് പറയാനുണ്ടായ കാരണം പരാതിക്കാരി തന്നെ പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് വലിയ ഈ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകണമെന്നൊന്നും എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന്. അതിപ്പോൾ നമുക്ക് കാണാനും കഴിയും. പരാതി കൊടുത്തതിന് ശേഷം പരാതിക്കാരി ഇന്ന് വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുകയോ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുതന്നെയല്ലേ അവർ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പരാതിക്ക് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് രാഹുലിനെ വീഴ്ത്താനുള്ള ഗൂഢാലോചനയാണ്. രാഹുലിനെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മത്സര രംഗത്ത് ഉണ്ടാവരുത് എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളാവട്ടെ, വിവാദങ്ങളാവട്ടെ, ആരോപണങ്ങളാവട്ടെ, എന്തുമാവട്ടെ, രാഹുൽ പാലക്കാട് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് വലിയ ഒരു തരത്തിലുള്ള തിരിച്ചടിയാവില്ല, പ്രതികൂല ഘടകമാവില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ചർച്ച, മറിച്ച് രാഹുൽ വിജയിച്ച് കയറുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ അങ്ങനെ വരുമ്പോൾ എന്താണ് പൊളിഞ്ഞു പോകുന്നത്? രാഹുലിനെതിരെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരുന്ന വലിയ ഒരു ക്രൂരതയുടെ ഇമേജ് ഉണ്ട്, അല്ലേ? അതൊക്കെ പൊളിഞ്ഞു പോകും. ഈ വിവാദങ്ങളൊക്കെ പൊളിഞ്ഞു പോകും, അല്ലേ? ഇത്രയും വിവാദങ്ങൾ കത്തിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടം ഒരു തെരഞ്ഞെടുപ്പിൽ പാട്ടും പാടി വിജയിച്ച് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്തായി? ഈ വിവാദങ്ങളൊന്നും ജനങ്ങൾ ആരും ചെവി കൊണ്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും ജനങ്ങളുടെ ഒരു വിഷയമല്ല എന്നല്ലേ വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടായി? വലിയ പരാജയം, തോൽവി, തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാളും വലിയ പരാജയം ഇതിനെ കൊണ്ടുപിടിച്ച് നടന്ന് വലിയ പ്രചരണ വിഷയമാക്കി ഇതിനെ കൊണ്ടു നടന്നവർക്ക് ലഭിക്കുന്ന തിരിച്ചടിയാണ്. അവർ നേരിടുന്ന ആ തിരിച്ചടി അവർക്ക് പിന്നീട് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാതി പുറപ്പെട്ടതും അത് രാഹുൽ മാങ്കൂട്ടം മത്സരരംഗത്ത് ഉണ്ടാവരുത് എന്നുള്ള വലിയ ഒരു തീരുമാനം, അങ്ങനെ ഒരു അജണ്ട, തീരുമാനമെന്ന് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഹുലാണല്ലോ. കാരണം രാഹുൽ പാർട്ടിക്കകത്താണെങ്കിൽ പാർട്ടി തീരുമാനിക്കാമെന്ന് പറയാം. ഇത് പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തിയോട് പാർട്ടിക്കും ഒന്നും പറയാൻ പറ്റില്ല. രാഹുലിന് അയാളുടേതായ സ്വന്തം നിലപാടുകൾ എടുക്കുകയുമാവാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തീരുമാനങ്ങൾ അത്രയും വെട്ടയാടലുകളും ആരോപണങ്ങളും വിവാദങ്ങളും പുകമറകളും ഒക്കെ എല്ലാം വെറുതെ ആയി പോകുമെന്നുള്ള തിരിച്ചറിവാണ് രാഹുൽ മാങ്കൂട്ടം മത്സരരംഗത്ത് ഉണ്ടാവരുത് എന്ന് ചിലർ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ അവർ വാശി പിടിക്കാനുണ്ടായ കാരണം. അതാണ് പരാതിയും പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഈ പരാതിക്കാരിക്ക് ഇങ്ങനെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നോ, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് അതിനുള്ള മറുപടി, അല്ലേ?
അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരൊക്കെയോ എവിടെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ ചില ഫോൺ കോളുകളോ അല്ലെങ്കിൽ അല്ലാതെയോ ഉള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ, ഓഫറുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ വന്നപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്നുള്ളത് കരുതി അതിന് അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക താല്പര്യം വേറെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ പേഴ്സണൽ മോട്ടീവ് എന്ന് പറയുന്നത്. അത് ഉണ്ടാവരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് അവരുടെ കാര്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്നും സംസാരിക്കണമെന്നും രാഹുലിനെ മീറ്റ് ചെയ്യണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കാനുണ്ടായ കാരണവും ഇതാണ്. അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അതാണ് അവർ ഇത്രയും പരാതി വരാൻ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചതിനുള്ള മറുപടിയും ഈ പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അത് പീഡനമായിരുന്നില്ല, ബലാത്സംഗമായിരുന്നില്ല, മറിച്ച് സ്നേഹമായിരുന്നു, പ്രേമമായിരുന്നു, അതിനപ്പുറത്ത് പലതുമായിരുന്നു. അതിങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം, ഇവരുടെ ഈ പരാതിക്കാരി അതിജീവിത എന്നൊക്കെ പറയുന്ന ആളുടെ അവരുടെ സ്വന്തം വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ പുറത്ത് പിന്നിൽ ആരോ ഒരാൾ സമ്മർദ്ദവുമായിട്ട് വന്നിട്ടുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടമാകാം, ഒരു പാർട്ടിയാവാം, പലരുമാവാം. അവർക്കൊക്കെ വ്യക്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ട മേ ബി ഈ പറയുന്ന പരാതിക്കാരിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ആൾക്കും രാഹുൽ അകത്ത് കിടക്കുമ്പോൾ ഒരു വേദനയുണ്ടാവും. കാരണം അവർക്ക് രാഹുലിനോടൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അത് അവരുടെ വാക്കുകളിലുണ്ട്. എന്താണ് കൺസിഡറേഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കൺസിഡറേഷൻ അവർക്കുണ്ടായിരുന്നു. ആ കൺസിഡറേഷൻ ഇപ്പോഴും മനസ്സിലുണ്ടാകുമല്ലോ. അപ്പോൾ രാഹുൽ അകത്ത് കിടക്കുന്നത് കാണുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ഒരു വേദന ഇവർക്കും ഉണ്ടായില്ല എന്ന്, അവരിപ്പോഴും വേദനിക്കുന്നില്ല എന്ന് പറയാൻ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും വേദനയുണ്ടാവും, സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ലേ? അപ്പോൾ ആരുടെയോ സമ്മർദ്ദങ്ങൾ, ആരുടെയോ പ്രലോഭനങ്ങളിൽ വീണ് പരാതിയുമായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു തിരിച്ചടിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്.